വയനാട് ദുരന്തം കഴിഞ്ഞ് 4 മാസമായി. ഇതുവരെയും കേന്ദ്ര സർക്കാർ ഒരു നയാ പൈസ പോലും പ്രത്യേക ഫണ്ടായി അനുവദിച്ചിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഫണ്ടുണ്ട്, അത് ചെലവഴിച്ചാൽ മതി എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അത് എത്രയാണുള്ളത് എന്ന കണക്ക് ഹൈക്കോടതി ചോദിച്ചിരുന്നു. ഹൈക്കോടതി അത് സംബന്ധിച്ചുള്ള കണക്ക് നൽകുകയും ചെയ്തു. എന്നാൽ ആ തുക മുഴുവൻ അവിടെയുണ്ടോ? എത്ര പണമാണ് ബാക്കിയുള്ളത്? ചെലവഴിച്ച തുക എത്രയാണ്? വിശദമായ കണക്ക് വേണം എന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ആ കണക്ക് പിന്നീട് തരാം എന്ന് ഹൈക്കോടതിയിൽ ഹാജരായ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫിനാൻസ് ഓഫീസർ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ കോടതി ചോദിച്ച ഒരു ചോദ്യമുണ്ട്, കണക്കൊന്നും കയ്യിലില്ലേ, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് കേന്ദ്രത്തോട് പണം ചോദിക്കുന്നത് എന്ന്. ഈ ചോദ്യം വലിയ വാർത്തയാക്കി മാറ്റിയിട്ടുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ. വലിയ വാർത്ത മാത്രമല്ല, അത് ചർച്ചാ വിഷയമായി മാറ്റിയിട്ടുണ്ട് മാധ്യമങ്ങൾ. രാവിലെ തന്നെ അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. സംസ്ഥാന സർക്കാർ കണക്ക് സൂക്ഷിക്കുന്നില്ല, സംസ്ഥാന സർക്കാർ കണക്ക് കൃത്യമായി കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടില്ല, അതുകൊണ്ടാണ് പണം ലഭിക്കാത്തത് തുടങ്ങിയ ആരോപണങ്ങൾ എല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇതേക്കുറിച്ച് കോടതിയുടെ ഈ പരാമർശത്തെക്കുറിച്ചും ചോദിച്ചു മാധ്യമപ്രവർത്തകർ കെ രാജനോട്, റവന്യൂ മന്ത്രിയോടും. അദ്ദേഹം നൽകിയ മറുപടിയുണ്ട്. ആ മറുപടി ഇങ്ങനെയാണ്. അല്ല, ഞാൻ പറഞ്ഞത് അവിടെ ഞാനതുകൊണ്ടാണ് പറഞ്ഞത് അവിടെ ആരാണ് ഹാജരായത് എന്ന് എനിക്കിപ്പോൾ അറിയില്ല. ഹാജരായ ആൾ പ്രകടിപ്പിക്കുന്നതിലോ അത് പ്രതിഫലിപ്പിക്കുന്നതിലോ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് എനിക്കറിയില്ല. C&AG ഓഡിറ്റ് നടത്തുന്നൊരു വിഭാഗമാണ് STRF ഫണ്ട്. അതൊന്നും അനാവശ്യമായി കണക്കില്ലാതെ കൊടുക്കാനാകില്ല. അവർ പറഞ്ഞതിൽ ഈ കാര്യം പറയാൻ ചിലപ്പോൾ വേണ്ടതുപോലെ കഴിഞ്ഞിട്ടുണ്ടാകില്ല. അതായത് STRFലെ ഫണ്ട് ബില്ല് കിട്ടുമ്പോൾ അനുവദിക്കാൻ ഉൾപ്പെടെയുള്ള ചുമതലകൾ വഹിച്ച് ഓരോ ദുരന്തം ഉണ്ടാകുമ്പോഴും അഡ്വാൻസായി എത്ര പണം വേണം എന്ന് നിശ്ചയിക്കാം. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിവുള്ളതുപോലെ കഴിഞ്ഞ മഴക്കാലം വന്നപ്പോൾ വലിയ ദുരന്തത്തിലേക്ക് സൂചനകൾ ഉണ്ടായപ്പോൾ ഓരോ ജില്ലാ കളക്ടറുടെയും അക്കൗണ്ടിലേക്ക് STRF മുഖാന്തരമുള്ള 1 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്തു. അതിൻ്റെ കണക്ക് അവർ നോക്കി അതിൻ്റെ ബില്ല് സമർപ്പിക്കുമ്പോഴാണ് അത് പൂർത്തിയാക്കുക. എല്ലാ മാധ്യമങ്ങളിലും ഇപ്പോൾ തന്നെ ഒന്നാം തലക്കെട്ടായി മാറിയിട്ടുണ്ട് കോടതിയുടെ ഈ ചോദ്യം. മലയാള മനോരമ കൊടുത്ത തലക്കെട്ട് നോക്കൂ, ആരെയാണ് വിഡ്ഢികളാക്കുന്നത്? ആദ്യം സംസ്ഥാനത്തിൻ്റെ കണക്കുകൾ ശരിയാക്കൂ, രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി എന്നാണ് മലയാള മനോരമ കൊടുക്കുന്നത്. മലയാള മനോരമ അങ്ങനെ കൊടുത്തതിൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല, അവരുടെ രാഷ്ട്രീയം അത് തന്നെയാണ്. എന്നാൽ മാതൃഭൂമി കൊടുത്ത തലക്കെട്ട്, വയനാട് പുനരധിവാസം കൃത്യമായ കണക്ക് നൽകാതെ കേന്ദ്രം എങ്ങനെ പണം നൽകും? വിമർശിച്ച് ഹൈക്കോടതി. ആരെയാണ് വിമർശിച്ചത്? സംസ്ഥാന സർക്കാരിനെയാണ് വിമർശിച്ചത് എന്ന് വാർത്തയിൽ ഉടനീളം പറയുകയും ചെയ്യുന്നു. ഇനിയിപ്പോൾ റിപ്പോർട്ടർ ചാനൽ നോക്കിയാൽ അതിനേക്കാളും ചിത്രമാണ് തലക്കെട്ട്. റിപ്പോർട്ടർ ചാനൽ തലക്കെട്ട് ഇങ്ങനെയാണ്, കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കൂ, സംസ്ഥാന സർക്കാരിന് കൃത്യമായ കണക്ക് വേണം ഹൈക്കോടതി. ഇതാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ഒന്നാം തലക്കെട്ട്. കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കൂ, സംസ്ഥാന സർക്കാരിന് കൃത്യമായ കണക്ക് വേണം ഹൈക്കോടതി എന്ന് പറഞ്ഞുകൊണ്ട്. ഇനി കേരള കൗമുദിയുടെ തലക്കെട്ട് നോക്കൂ, കൃത്യമായ കണക്ക് നൽകാതെ കേന്ദ്രം എങ്ങനെ പണം നൽകും? വയനാട് പുനരധിവാസത്തിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ വിമർശനം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ വാർത്ത നൽകിയിട്ടുണ്ട് കേരള കൗമുദിയും. മീഡിയ വൺ ചാനലിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ടെലിവിഷൻ ചാനലായ മീഡിയ വണ്ണിൽ വന്ന തലക്കെട്ട് ഇങ്ങനെയാണ്, കുറ്റപ്പെടുത്തൽ നിർത്തി കണക്ക് കൊണ്ടുവരൂ, മുണ്ടക്കൈ നാശനഷ്ട കണക്കിൽ അതൃപ്തി പരസ്യമാക്കി ഹൈക്കോടതി. ഇതാണ് മീഡിയ വണ്ണിൻ്റെ തലക്കെട്ട്. എന്ന് വെച്ചാൽ എല്ലാ മാധ്യമങ്ങളും ഇത് തന്നെയാണ്. 24-ലും വാർത്തയുണ്ട്. എല്ലാം സർക്കാരിനെ വിമർശിക്കാൻ കിട്ടിയ ഒരു ആയുധമാക്കി കോടതിയുടെ ഈ പരാമർശത്തെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവരാരും ചോദിക്കാത്ത ഒരു ചോദ്യമുണ്ട്. ഇവരാരും കേന്ദ്ര സർക്കാരിനോട് അതല്ലെങ്കിൽ സംസ്ഥാനത്തെ BJP നേതാക്കളോട് ചോദിക്കാത്ത ഒരു ചോദ്യമുണ്ട്. ഒരു മുഖപ്രസംഗവും ഇതുവരെ എഴുതിയത് കണ്ടില്ല, ഒരു വാർത്തയും ഇതുവരെ എഴുതിയത് കണ്ടില്ല. കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാടിന് 944 കോടി രൂപ പ്രത്യേക ധനസഹായം പ്രഖ്യാപിച്ചത്. 944 കോടി രൂപ. കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാടിൻ്റെ ചില പ്രദേശങ്ങളിൽ കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയത്. 4 പേർ മരിച്ചിട്ടുണ്ട്. 4 പേർ മാത്രമാണ് മരിച്ചത്. നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കൊടുക്കേണ്ടതാണ്, കൊടുക്കണം. അത് കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. 944 കോടി രൂപ അനുവദിച്ചു. തമിഴ്നാടിന് മാത്രമായിട്ടാണോ തുക അനുവദിച്ചത്? തമിഴ്നാടിന് മാത്രമല്ല, അതിനു മുമ്പ് അനുവദിച്ചിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങൾക്ക് നഷ്ടപരിഹാരമായി. ആന്ധ്രാപ്രദേശിന് 1036 കോടി രൂപയാണ് അനുവദിച്ചത്. 1036 കോടി രൂപ ഒക്ടോബർ 5-ാം തീയതി. കേരളത്തിലെ ദുരന്തം നടന്നത് ജൂലൈ 30-നാണ്. ജൂലൈ 30-ന് ദുരന്തം നടന്നിട്ട് ഇതുവരെയും ഒരു പൈസ പോലും അനുവദിക്കാതെ നിന്ന കേന്ദ്ര സർക്കാർ ഒക്ടോബർ 5-ന് അവിടെ ഉണ്ടായ ദുരന്തത്തിന് നൽകിയത് 1036 കോടി രൂപ. അത് കഴിഞ്ഞ് തെലങ്കാനയ്ക്ക് നൽകിയിരിക്കുന്നത് 416 കോടി രൂപ.
ഗുജറാത്തിന് ഒക്ടോബർ 1 ഗുജറാത്തിന് നൽകിയിരിക്കുന്നത് 600 കോടി രൂപ. ത്രിപുരയ്ക്ക് പണം നൽകിയിട്ടുണ്ട്. മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇതുപോലെ പണം നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ തമിഴ്നാടിന് നൽകിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം 944 കോടി രൂപ. എന്തുകൊണ്ടാണ് കേരളത്തിന് പണം അനുവദിക്കാത്തത് എന്ന ഒരു ചോദ്യം ഒരു മാധ്യമ പ്രവർത്തകനും ചോദിക്കുന്നില്ല. കേരളത്തിലെ BJP നേതാക്കളോട്, കേന്ദ്ര സർക്കാരിനോട് ഒരു വാർത്തയും അത് സംബന്ധിച്ച് നൽകുന്നില്ല. എന്തുകൊണ്ട് കേരളത്തിന് പണം നൽകുന്നില്ല? കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന ചോദ്യം ആവർത്തിച്ച് ചോദിക്കേണ്ട സമയമാണ്. ആ സമയത്താണ് സംസ്ഥാന സർക്കാരിനെതിരെ കോടതി നടത്തിയ ഒരു പരാമർശത്തിൽ പിടിച്ച് വലിയ വാർത്തയും ചർച്ചയുമാക്കി കൊണ്ടുപോകുന്നത് സംസ്ഥാനത്തെ മാധ്യമങ്ങൾ, പ്രമുഖ മാധ്യമങ്ങൾ. ഈ പണം നൽകാത്തതിന് ഈ മാധ്യമങ്ങൾക്കും ഉത്തരവാദിത്തമില്ലേ? ഈ മാധ്യമങ്ങളാണല്ലോ ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു കണക്കിനെ പിടിച്ചുകൊണ്ട് വലിയ കണക്ക് കൊടുത്തു, പെരുപ്പിച്ച കണക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്ത നൽകി ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ സംസ്ഥാന സർക്കാർ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന പൊതുബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ ആവശ്യത്തിന് എതിരെ പോലും നിന്ന് നാം കണ്ടതാണ്. കേരളത്തിന്റെ ആവശ്യം അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കണക്ക് നൽകിയത് എന്ന് വിശദീകരിച്ചപ്പോഴും അതിനെ അനുകൂലിക്കാതെ ഈ വാർത്ത തന്നെ പിടിച്ച് അത് വലിയ ചർച്ചയാക്കി മാറ്റിയതും നാം കണ്ടിരുന്നു. ഇതൊക്കെ കണ്ടാണ് കേരളത്തിലെ ജഡ്ജിമാരും കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരും പ്രതിനിധികളും ഒക്കെ കേരളത്തിനെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാടിന് പണം നൽകിയില്ലെങ്കിലോ മാധ്യമങ്ങളെല്ലാവരും BJPക്കെതിരെ തിരിയും. അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും BJPക്കെതിരെ തിരിയും. BJP പ്രവർത്തനം നടത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് തമിഴ്നാട്ടിലെ ജനങ്ങൾ BJP പ്രവർത്തകരെ വളഞ്ഞിട്ട് പിടിക്കും. അതറിയാം. പക്ഷേ കേരളത്തിൽ മാധ്യമങ്ങൾ പോലും കേരളത്തിൻ്റെ ആവശ്യത്തോടൊപ്പം നിൽക്കുന്നില്ല. അവരുടെ മനസ്സിൽ പോലും ഉള്ളത് ഒരേ ഒരു വികാരമാണ്, അത് സർക്കാർ വിരുദ്ധ വികാരമാണ്. സർക്കാരിനെ താഴെ ഇറക്കാൻ കേരളം നശിച്ചാലും സാരമില്ല എന്ന നിലയിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ മാറുന്നു. ഇല്ലം ചുട്ടിട്ടാണെങ്കിലും എലിയെ കൊല്ലണം എന്ന രീതിയിലേക്കുള്ള ഈ നിലപാട്, ആ നിലപാട് തന്നെയാണ് കേരളത്തിന് ശാപമായി മാറുന്നത്. അത് മാറ്റാൻ എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാകാത്തത് എന്ന ചോദ്യത്തിനുള്ള ഒരേയൊരു ഉത്തരം എല്ലാ മാധ്യമങ്ങളുടെയും അടിസ്ഥാന സ്വഭാവം CPM വിരുദ്ധമാണ്, ഇടതുപക്ഷ വിരുദ്ധമാണ് എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് UDFിൻ്റെ പിറകെ മാധ്യമങ്ങൾ, BJPയുടെ പിറകെ പോലും മാധ്യമങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും ഇടതുപക്ഷത്തിനെതിരെ ഇത്തരം രൂക്ഷമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നത്. അത് കേരളത്തിലെ താല്പര്യം മുന്നിൽ കണ്ടെങ്കിലും അതൊന്നും മാറ്റണ്ടേ? കേരളത്തിൻ്റെ താല്പര്യം, ഭരണം ഇന്ന് വരും, നാളെ പോകും, നാളെ പുതിയ ഭരണം വരും, പുതിയ രാഷ്ട്രീയ പാർട്ടിയായിരിക്കും അധികാരത്തിൽ വരിക, അത് മറ്റൊരു കാര്യമാണ്, ജനാധിപത്യത്തിൻ്റെ മറ്റൊരു കാര്യമാണ്. പക്ഷെ കേരളത്തിൻ്റെ പൊതുവായ ആവശ്യത്തിന് എന്തുകൊണ്ട് ഒന്നിച്ചു നിൽക്കാൻ നമുക്ക് കഴിയുന്നില്ല, നമ്മുടെ മാധ്യമങ്ങൾക്ക് കഴിയുന്നില്ല എന്ന ചോദ്യം മാധ്യമങ്ങളുടെ മുഖത്തു നോക്കി തന്നെ ചോദിക്കുന്ന കാലമാണ് വരാൻ പോകുന്നത്. ഇതിനൊക്കെ നിങ്ങൾ മറുപടി പറയേണ്ടി വരും, കേരളത്തിലെ മാധ്യമങ്ങൾ മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. കാരണം ഇത് കേരളമാണ്.